بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, നല്ല ഒരു പെരുന്നാൾ സുദിനത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എല്ലാവർക്കും ഈദ് മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. എല്ലാവരും അതിൻ്റെ തിരക്കിലാകുമ്പോൾ അതിനിടയിൽ പീസ് റേഡിയോ ഒരുക്കുന്ന ഈദ് സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് നിങ്ങളിലേക്ക് എത്തുകയാണ്. ഒരുപാട് കൂട്ടുകാർ നിങ്ങളിലേക്ക് പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. ആരാണ് ആദ്യത്തെ പ്രോഗ്രാം? റീം അബ്ദുറഹ്മാൻ, അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ അരിപ്രയിൽ ലെവൽ 1 പഠിക്കുന്ന റീം അബ്ദുറഹ്മാൻ ഒരു അറബി ഗാനവുമായിട്ടാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് കേട്ടിട്ട് തിരിച്ചു വരാം. ഇൻഷാ അൽ ഖുർആനു കലാമുല്ലാഹ് മാ അജ്മലഹു മാ അഹ്ലാ അൽ ഖുർആനു ഹുവൽ ഫുർഖാൻ ബൈനൽ ബാത്തിലി വൽ ഈമാൻ അൽ ഖുർആനു ത്വരീഖുൻ നൂർ يجعل كل حياتي سرور يمنعني من قول الباطل يرشدني من فعل الفاضل. മാഷാ അല്ലാഹ്, നമ്മുടെ റീം അബ്ദുറഹ്മാൻ്റെ അറബി ഗാനമാണ് നമ്മൾ കേട്ടത്. ഇതൊരു അറബി കവിതയാണ്, കുട്ടി കവിതയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു കവിതയാണ്. അത് വളരെ മനോഹരമായിട്ട് റീം അബ്ദുറഹ്മാൻ അവതരിപ്പിച്ചു എന്നതാണ്. ലെവൽ 1 വിദ്യാർത്ഥിയാണ്. അതിൻ്റെ ഒരു മാധുര്യം നമുക്ക് ഈ ഒരു കവിതയിൽ ശ്രദ്ധിക്കാൻ പറ്റും. അതോടൊപ്പം ഖുർആനെ കുറിച്ചാകുമ്പോൾ അതിനൊരു അധികം ഹലാവത്തും കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പീസ് റേഡിയോ ചൊവ്വാലമ്പിളി പെരുന്നാൾ ദിന സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് നീങ്ങുമ്പോൾ ആരാണ് നമ്മോട് അടുത്തതായിട്ട് സംവദിക്കുന്നത്? വീണ്ടും റീം അബ്ദുറഹ്മാൻ. അതുപോലെ തന്നെ അവരൊരു ഗ്രൂപ്പ് സോങ് പാടാണ്. അതെ അല്ലേ? റീം അബ്ദുറഹ്മാൻ, സക്വാൻ അബ്ദുൽ മാജിദ്, സുഹ അബ്ദുൽ മാജിദ്, ഈ 3 വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ ഗ്രൂപ്പ് സോങ് ആണ്. നമുക്ക് അതൊന്ന് ശ്രവിച്ചാലോ? ഇൻഷാ അല്ലാഹ്. മുസ്തഫ മുസ്തഫ منبعول اصطفى سيد الأنبياء مشعل في الوفا كان في عطفه حين قان اللقاء مصطفى مصطفى منبعول اصطفى سيد الأنبياء مشعل في الوفا كان في عطفه حين قاد اللقاء قال هل تكسب أنته تغلقا كان تسوعده منهجا وسقا كان من عطفه حين قاد اللقاء قال هل تكسب أنته طلقا مصطفى مصطفى منبعول اصطفى. 3 സഹോദരങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച ഒരു അറബിക് ഗ്രൂപ്പ് സോങ് ആണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. സക്വാൻ അബ്ദുൽ മാജിദും സുഹ അബ്ദുൽ മാജിദും റീം അബ്ദുറഹ്മാനും. 2 സഹോദരങ്ങളും ഒരു സഹോദരി. അതെ, യെസ്. അപ്പോൾ നല്ല രസകരമായിട്ട് തന്നെ അവർ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൊച്ചു കൂട്ടുകാർ ആകുമ്പോഴുള്ള ചെറിയ ചില ഇടയ്ക്ക് ചില ആൾക്കാർ പാടും, ഇടയ്ക്ക് ചില ആൾക്കാർ ശബ്ദം കൂട്ടും. അതൊക്കെ ഇതിൻ്റെ ഒരു രസമാണ്. ശരിയാണ്. അതെ, കുട്ടികളാവുമ്പോൾ അതെല്ലാം ഒരു രസമാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും നല്ല മനോഹരമായിട്ട് തന്നെ അവർ ഉഷാറാക്കി തന്നെ നമുക്ക് അവതരിപ്പിച്ച് തന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മോടൊപ്പം ഹവ്വ ബിന്ത് ഫായിസ് ഒരു മലയാളം ഗാനവുമായിട്ട് ചേരുന്നുണ്ട്.
ഇൻഷാ അല്ലാ നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം. യെസ്. അസ്സലാമു അലൈക്കും. സുഹ്റ ബത്തൂൽ സാക്കിയ റാളിയ ഷജറുകൾ തരമാൽ സലമിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പുന്തിരു ചന്തം മുന്തിരി ചന്ദിരി മന്ദിരി ശോഭി സൂറ പൊരുൾ കസൂറ അഹമ്മദ് പുണർന്ന സുഗന്ധ മല്ലി മികந்த പുകந்த കന്നി പിറந்த നബിക്കന്തം ഫാത്തിമത്ത് സുഹ്റ മെച്ചമിലക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സഇ അലി ഹോജ തരുൾ കരുൾ ബുഷറ നബി തൻ പൊരുൾ മകൾ സുഹ്റ. ഹവ്വ ബിൻത്ത് ഫായിസിൻ്റെ ഒരു മനോഹരമായ ഒരു 3ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്. ഫിൻസ് ഇൻ്റർനാഷണൽ ക്രിയേറ്റീവ് സ്കൂൾ വെങ്ങാലൂർ തിരൂരിൽ നിന്നാണ് നമ്മോടൊപ്പം ചേർന്നത്. യെസ്, മാപ്പിളപ്പാട്ട് എന്ന് ഈ ഒരു പാട്ടിനെ കുറിച്ച് 2 അഭിപ്രായമുണ്ട്. ഇത് ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയാണ് ആദ്യമൊക്കെ എങ്കിലും പിന്നീട് ഇത് മാപ്പിളപ്പാട്ടിൻ്റെ ടച്ചിൽ നിന്ന് വിടുന്നു എന്നൊക്കെ സാധാരണ ഈ ജഡ്ജ്മെൻ്റ് നടത്തുന്ന ആളുകൾ പറയാറുണ്ട്. അപ്പോൾ മാപ്പിളപ്പാട്ടാണോ ആണ് അല്ലേ അല്ല, ഏതായിരുന്നാലും നമ്മുടെ ഹവ്വ ഇത് പാടിയത് എങ്ങനെ, അതാണ് നമ്മുടെ ചോദ്യം. അത് അവളുടെ ബെസ്റ്റ് അവൾ പുറത്തെടുത്തു എന്ന് തന്നെ നമുക്ക് പറയണം. യെസ്, അപ്പോൾ മലയാള ഗാനമായിരുന്നു. നല്ല മനോഹരമായിട്ട് പെരുന്നാൾ സുദിനത്തിൽ നമുക്ക് ശ്രമിക്കാൻ കഴിഞ്ഞു. അടുത്തതായിട്ട് ആരാണ് നമ്മോടൊപ്പം ഉള്ളത്? ഐസ ബിൻത്ത് ഫായിസ് ആണ്. അതെ, നേരത്തെ ഹവ്വ ബിൻത്ത് ഫായിസ് ആയിരുന്നു, ഇപ്പോൾ ഐസ ബിൻത്ത് ഫായിസ്. 2 സഹോദരങ്ങളാണ്. പ്രീ KGയിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് ഐസ. ഫിൻസ് ഇൻ്റർനാഷണൽ ക്രിയേറ്റീവ് സ്കൂളിൽ തന്നെയാണ് അവളും പഠിക്കുന്നത്. നമുക്ക് അവരുടെ മലയാള ഗാനം ഒന്ന് കേൾക്കാം ഇൻഷാ അല്ലാ. പ്രീ KG ആണ് കുട്ടി, അതാണ് അതിൻ്റെ രസം. അതാണ് അതിൻ്റെ ആ പാട്ട് കേൾക്കുമ്പോൾ വലിയൊരു രസമാണ്. അതെ, അതായത് ഐസ ബിൻത്തിൻ്റെ വോയിസ് നല്ല ക്യൂട്ട് വോയിസാണ്. അപ്പോൾ മുതിർന്നു വരുമ്പോൾ നല്ല മനോഹരമായ ശബ്ദത്തിനും ഉടമയായി തീരുമെന്ന് നമുക്ക് തന്നെ ഇങ്ങനെ പാടുകയെന്ന് പറയുമ്പോഴേ. അതെ അതെ, അത് എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ എന്താ വെച്ചാൽ ഈ താത്തമാരുടെ അല്ലെങ്കിൽ കാക്കമാരുടെ ഒക്കെ പാട്ട് കേട്ടിട്ടാണ് പഠിക്കുക. അവരിതിന് പ്രത്യേക ഒരു പ്രിപ്പറേഷൻസ് ഒന്നും എടുക്കില്ല. അത് അവരിങ്ങനെ കുറേ കേൾക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പഠിച്ചു വരുന്നതാണ്. അപ്പോൾ അതങ്ങോട്ട് പാടുമ്പോൾ അതിനൊരു പരിപൂർണത ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ വരി അതാണ്, അതൊന്നും അവർക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഒന്നും ഉണ്ടാവില്ല. അതങ്ങോട്ട് പാടുകയാണ് ചെയ്യുക, അത് നമ്മൾ കേൾക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലൊരു രസമുണ്ട്. യെസ്, അപ്പോൾ ഐസയുടെയും ഹവ്വയുടെയും പാട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. അബ്ദുൽ ഹലീമാണ് നമ്മോടൊപ്പം ഒരു പ്രസംഗവുമായിട്ട് ചേരുന്നത്. യെസ്, അവൻ ഏത് സ്കൂളിലാണ്? അൽഫിത്തറ സ്കൂൾ വളവന്നൂരിൽ നിന്നാണ്. അതെ, ലെവൽ 2 വിദ്യാർത്ഥിയാണ് അബ്ദുൽ ഹലീം. അവൻ്റെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും ദിനമായ ചെറിയ പെരുന്നാളാണ്. ഒരു മാസം മുഴുവൻ ഞാൻ റമളാൻ മാസത്തിൽ നോമ്പ് നോക്കി അല്ലാഹുവിനോട് അടുക്കാൻ ശ്രമിച്ചു. ചെറിയ പെരുന്നാൾ എന്നത് ഈദുൽ ഫിത്ർ എന്നാണ് പറയപ്പെടുന്നത്. ഈ ദിവസം ഈദ്ഗാഹിൽ പോയി നമസ്കരിച്ചും പരസ്പരം ആദർശം അറിയിക്കുകയും ചെയ്യുന്നു. ഈ പെരുന്നാൾ നമ്മ പഠിപ്പിക്കുന്നത് ദരിദ്ര മാതാപിതാക്കളെ സംരക്ഷിക്കുക, അല്ലാഹുവിനെ നന്ദി പറയുക. എല്ലാവർക്കും പിന്നെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പയ്യപ്പെട്ട PCADO ശ്രോതാക്കളെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ
അബ്ദുൽ ഹലീമിൻ്റെ പ്രസംഗം തുടങ്ങിയത്. ഉഷാറായിട്ട് അല്ലേ, ലെവൽ 2 വിദ്യാർത്ഥിയാണ്, അൽഫിത്ര സ്കൂൾ വാവന്നൂരിലെ. അല്ലേ, ഈ ചെറിയ കുട്ടികളുടെ സംസാരം കേൾക്കാൻ രസമാണല്ലോ, നല്ല രസമാണ്, ക്യൂട്ട്നെസ് അതിലുണ്ടാവും. അതെ, അതായത് അവരിങ്ങനെ അവർ ശരിക്കും പറയാൻ ശ്രമിക്കുന്നത് യഥാർത്ഥ വാക്കായിരിക്കും, പക്ഷെ വായിന്ന് പുറത്ത് വരിക അവരുടെ ആ പരിമിതിയുള്ള വാക്കായിരിക്കും. അതാണ് ഈ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ ഹമീദ് പയ്യപ്പെട്ട എന്നാ പറഞ്ഞത്. പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ പീസ് ഏഡിയോ എന്നാ പറഞ്ഞത്. അപ്പൊ അവര് റേഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ പുറത്തേക്ക് വരുന്നത് വേറെ റാ വന്ന് കിട്ടണമെങ്കിൽ. അതെ, അപ്പൊ അതൊക്കെ ഒന്നുകൂടെ വളർന്നു വരുമ്പോൾ ഉണ്ടായി കിട്ടുന്ന കഴിവുകളാണ്. ഏതായിരുന്നു ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. നല്ല രസത്തിൽ നല്ല മനോഹരമായിട്ട് അബ്ദുൽ ഹലീം അത് അവതരിപ്പിച്ചു. ആരാണ് അടുത്തത്? അടുത്തത് ഫാത്തിമ ദുആണ്. ഫാത്തിമ ദുആ ഫിൻസ് ഇന്റർനാഷണൽ സ്കൂൾ വെങ്ങാലൂരിലെ 2ാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരിയാണ്. അവളുടെ ഒരു നല്ല മലയാള സോങ് ആണ്. ഇൻഷാ അല്ലാഹ്. സുഹ്റ ബത്തൂൽ സാക്കിയ റാളിയ ശജറുകൾ തരമായി സലാമിന്റെ സുഹൃതം തരൂ കുരു ഷറഫോടെ നീതി മതി സന്തോഷ പൊന്തരു ചന്ദം മുന്തിന സുന്ദരി ചന്ദിരി ശോഭ സുര പൊരുൾ കസുര അഹമ്മദ് പുണർത്തി സുഗന്ധ വല്ലി മിക്കതെ പുകൈത കനി പിറന്ന നബിക്കിമ്പം ഫാത്തിമത്ത് സുഹ്റ മെച്ചമുല്ലക്ഷണം വെച്ചൊരു റോജ മികത്തിക സാക്കി അലി ഹോജ തരിൽ കരുൾ ബുഷ്റ നബിത്ത പൊരുൾ മകൾ സുഹ്റ. മാഷാ അല്ലാഹ്, നല്ല ഉഷാറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, ഫാത്തിമ ദുആ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ്. അതുപോലെ ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ബ്രീത്ത് എടുത്ത് പാടേണ്ട പാട്ടാണ്, നന്നായിട്ട് നീട്ടി അല്ലേ, അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരി പാടിയപ്പോൾ ഇത്ര മനോഹരമായി എന്നുള്ളതാണ് നമുക്ക് വലിയ സംഭവമാണ്. അതെ, അതായത് ഒട്ടനേകം വിദ്യാർത്ഥികൾ നമ്മുടെ റേഡിയോയിൽ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കുള്ള അവസരങ്ങളാണ്, ഇനിയുമുള്ള അവസരങ്ങളിൽ ഇനിയും രക്ഷിതാക്കൾ കുട്ടികളുടെ പ്രോഗ്രാമുകളുമായിട്ട് നമ്മോടൊപ്പം ചേരണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ എന്തുമാവട്ടെ, അത് പാട്ടാവാം, പ്രസംഗമാവാം, അതല്ലെങ്കിൽ അനുകരണങ്ങളാവാം, എന്തുമാവാം, അത് ഇസ്ലാമികമായ രൂപത്തിൽ നമ്മൾക്ക് അയച്ചു തരിക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയിരക്കണക്കിന് ആളുകൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പീസ് റേഡിയോയിലൂടെ നമ്മുടെ മക്കളുടെ ശബ്ദം പുറത്തു വരട്ടെ. ആരാണ് നമ്മുടെ അടുത്ത പ്രോഗ്രാമർ? അടുത്തത് ആയിഷ ഇസ്ല പി ആണ് അവതരിപ്പിക്കുന്നത്. അൽമനാർ ഖുർആനിക് സ്കൂൾ തിരൂരിലെ കൊച്ചു കൂട്ടുകാരിയാണ് ആയിഷ ഇസ്ല. മലയാള ഗാനമാണ്, നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആദിപനഹദേ പാലക അധികാര കുർസിലെ നായക ആദിപനഹദേ പാലക അധികാര കുർസിലെ നായക ഉദവി പദവിയിലതിരത്തില്ല യാ അല്ലാഹ് രക്ഷക. ഏത് സ്ഥിതിയിലും ഏത് വിധിയിലും ഏകനിൽ ഹംദോദിടാം. ഏത് സ്ഥിതിയിലും ഏത് വിധിയിലും ഏകനിൽ ഹംദോദിടാം. വ്യതകൾ നിറഞ്ഞിടും കഥകൾ പറയുക സാന്ത്വനം നീ മാത്രമേ. വ്യതകൾ നിറഞ്ഞിടും കഥകൾ പറയുക സാന്ത്വനം നീ മാത്രമേ. കനിയിൽ കരുണാവാരിധി കൽഭകവുമറിയും അധിപതി. കനിയിൽ കരുണാവാരിധി കൽഭകവുമറിയും അധിപതി. ശ്രേഷ്ഠമായൊരു സ്നേഹമന്ത്രം യാ അല്ലാ നീ മാത്രം. അധിപനഹദേ പാലക അധികാര കുർസിലെ നായക അധിപനഹദേ പാലക അധികാര കുർസിലെ നായക ഉദവി പദവിയിലതിരത്തില്ല യാ അല്ലാഹ് രക്ഷക. 1000
നൂറ്റാണ്ട് കാലം അമൽ ചെയ്തു എങ്കിലും 1000 നൂറ്റാണ്ട് കാലം അമൽ ചെയ്തു എങ്കിലും അഹദിനനുഗ്രഹം അതിനു ബദലത് ആവുകില്ല ആരിലും. ആയിഷ ഇസ്ലയുടെ പാട്ട് ശ്രദ്ധിച്ചോ അമീൻ? അതായത് നല്ല അടിപൊളി 7 വയസ്സുള്ള ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. അപ്പോൾ അവള് ആ പാട്ടിൻ്റെ സംഗതികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതെല്ലാം ചേർത്ത് വെച്ചിട്ട് അല്ലേ, നല്ല വോയിസ്, നല്ല ഈണത്തിൽ നല്ല വോയിസ് ആണ്. അതെ. അപ്പോൾ മാഷാ അല്ലാ നല്ല കിടിലൻ വോയിസ് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു പാട്ട്, അതുപോലെ പാട്ടിൻ്റെ സെലക്ഷനും പ്രധാനമാണ്. ചില ആളുകൾക്ക് നല്ല വോയിസ് ഉണ്ടാവും, പക്ഷേ അവർ സെലക്ട് ചെയ്യുന്ന പാട്ട് ചിലപ്പോൾ അവർക്ക് പാടാൻ പറ്റിയ പാട്ടായിരിക്കില്ല. എന്നാൽ അത്ര തന്നെ നല്ല വോയിസ് കിട്ടാത്ത ഒരാൾ നല്ല പാട്ട് സെലക്ട് ചെയ്യുന്നതിലൂടെ നല്ല മനോഹരമായിട്ട് അവതരിപ്പിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ പാടുന്നു എന്നുള്ളതല്ല, നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പാട്ടാണോ എന്നുള്ളത് കൂടെ നോക്കണം. ആയിഷ ഇസ്ല അത് മനോഹരമായിട്ട് ചെയ്തു. കാരണം അവൾക്ക് പറ്റിയ, അവളുടെ വോയിസിന് പറ്റിയ നല്ല കിടിലൻ പാട്ടാണ്. അതിൻ്റെ എല്ലാ സംഗതികളും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അൽമനാർ ഖുർആൻ സ്കൂളിലെ കൊച്ചു കൂട്ടുകാരി നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അടുത്തതായിട്ട് നമ്മോടൊപ്പം ആരാണ്? അടുത്തത് നൈഷ ബിൻത്ത് നൗഷാദാണ്. അതെ, നൈഷ ബിൻത്ത് നൗഷാദ് കിഡ്സ് വാലി പ്ലേ സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ് നൈഷ. ഒരു മലയാള ഗാനമാണ് നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നൈഷ ബിൻ. ഞാൻ LKGയിലാണ്. അഹദിൻ പരീക്ഷണം അലിയാൽ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ബീബി കണ്ണിൽ വാർക്കളാൽ ഫാത്തിമ ബീബി കണ്ണിൽ വാർക്കളാൽ കണിമരരുകളാൽ ഹസനുകൾ ചെയ്ത് കണ്ട് കരളകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ ഫാത്തിമ ബീബി കണ്ണിൽ വാർക്കളാൽ ഫാത്തിമ ബീബി കണ്ണിൽ വാർക്കളാൽ മോളെ നീ ശ്രമിച്ചു നോക്ക്, പരീക്ഷ നടത്തി ജയിച്ചു കാട്ട്, നാളെ ആ സുബർഗ ലോകം ലഭിക്കുവാനോ. നൈഷ ബിൻത്ത് നൗഷാദിൻ്റെ പാട്ട് ശ്രദ്ധിച്ചു. ഈ ജലദോഷം പിടിച്ച കുട്ടികൾ പാട്ടാടുമ്പോൾ ഒരു വേറെ രസമുണ്ട്. അവർക്ക് ശ്വാസം കിട്ടൂല. അപ്പോൾ അത് ആ ശ്വാസം എടുക്കുമ്പോൾ ഉള്ള അവിടെ ആ വോയിസ് മുറിഞ്ഞു പോകുന്നത് അല്ലേ, അതൊക്കെ ഒരു പ്രത്യേക രസമാണ്. ഈ LKG കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാകുമ്പോൾ കുറഞ്ഞ ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ജലദോഷം കൂടി വരിക എന്ന് പറഞ്ഞാൽ രസമാണല്ലോ. അപ്പോൾ നൈഷയുടെ പാട്ട് അതാണ്. നമ്മുടെ അലിയാർ തങ്ങളുടെ മനോഹരമായ ഗാനം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ശബ്ദം നല്ല ഉഷാർ ശബ്ദം. നമുക്ക് ഈ അയച്ചു തരുന്ന കുട്ടികളുടെ വോയിസാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് എന്താ വെച്ചാൽ നല്ല കിടിലൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു കഴിവിലെ ഒരു നല്ല വോയിസിന് ഉടമകളാക്കി എന്നുള്ളത്, അതിനെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഇസ്ലാമികമായി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതും ഒരു പ്രത്യേക കാര്യം തന്നെയാണ്. അത് പ്രസംഗമായാലും പാട്ടായാലും എല്ലാം അല്ലേ. നമുക്ക് അടുത്തതായിട്ട് അഹമ്മദ് സൽമാൻ KK അല്ലേ, അൽമനാർ സ്കൂളിലെ അഹമ്മദ് സൽമാൻ KK ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ്. 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്. നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാ. Assalamu alaikum. What is Ramadan? People say we are fasting. That is only a part of it. This month of peace, this month of goodness, and this month of forgiveness, this month of celebration, this month of celebration, this month of we are Muslim. I am proud of. Bismillahirrahmanirrahim. Inna anzalnahu fi laylatil qadr. Wa ma adraka ma laylatul qadr. Laylatul qadri khayrun min alfi shahr. Tanazzalul malaikatu warruhu fiha bi'inni rabbihim min kulli amr. Salamun hiya hatta matla'al fajr.
Thank you. മാഷാ അല്ലാ, അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സ്പീച്ച് അവതരിപ്പിച്ചു അല്ലേ? യെസ്, അഹമ്മദ് സൽമാൻ ഉം. അല്ലേ, നമ്മുടെ അൽമനാർ സ്കൂളിലെ കൂട്ടുകാരനാണ്. റമളാനെ കുറിച്ച് അതിൻ്റെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചൊക്കെ നല്ല കൃത്യമായിട്ട് അവൻ അവതരിപ്പിച്ചു. ആ ശബ്ദം നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാവരും പറയുന്നത് pronunciation, നല്ല yes. അടിപൊളി അല്ലേ? ഉച്ചാരണമൊക്കെ വളരെ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റി. ഉം. ഏതായിരുന്നാലും ഷവ്വാൽ അമ്പിളി പെരുന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റിൽ അടുത്തതാരാണ് നമ്മോടൊപ്പം ഉള്ളത്? മുഹമ്മദ് റൈഹാൻ അല്ലേ? മുഹമ്മദ് റയ്യാൻ എം എ കാരനാണ്. മുഹമ്മദ് റയ്ഹാൻ അല്ലേ? അതെ 4ാം ക്ലാസ്സുകാരനാണ്. അതെ, ബോയ്സ് LP സ്കൂളിലാണ് പഠിക്കുന്നത്. അറബി ഗാനമാണ്, കേൾക്കാം നമുക്ക്. ഇൻഷാ അല്ലാ. يا حبيبي فيك تنظر يا حبيبي فيك يا حبيبي فيك تنظر يا حبيبي جعل الله فيك العجب فانظر نفسك يا عبي جعل لك العينين بصرا فانظر نفسك يا عبي فانظروا نام الأيام فاستعوا عين الأيام أبتبروا للألباب فيك يا حبيبي فيك تنظر يا حبيبي فيك يا حبيبي فيك تنظر يا حبيبي السلام عليكم. എം എ മുഹമ്മദ് റൈഹാൻ, ഒരു അറബി ഗാനം. ഈ അറബി ഗാനം പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കിടയിൽ ഫേമസ് ആയൊരു പാട്ടാണ്. മത്സരവേദികളിലും അതുപോലെ. ഇപ്പോൾ അത് തരംഗമായി കിടക്കുന്നുണ്ടോ? കുറച്ച് മുമ്പ് ഭയങ്കര തരംഗമായിരുന്നു. അതെ, ഈ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഈ ജഡ്ജ്മെൻറ്റിന് പോകുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്, ചില സ്കൂളല്ല ചില ഈ സബ് ജില്ലാ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ ചില പാട്ടുകൾ നമ്മൾ അറിയാതെ കാണാതെ പഠിക്കുന്നു. കാരണം വെച്ചാൽ എല്ലാ കുട്ടികളും ഒരേ പാട്ടായിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ പാട്ട് ജഡ്ജ് ചെയ്യുന്ന ആളുകൾ ഈ പാട്ട് കാണാതെ പഠിക്കും, വെറുതെ പഠിച്ചു കിട്ടും അല്ലേ? അങ്ങനെ ഒരു തരംഗമായ പാട്ടായിരുന്നു ഫീക്ക എന്നുള്ള പാട്ട്. അപ്പോൾ അത്രയും മനോഹരമായ പാട്ടാണ് നമുക്ക് വേണ്ടി നമ്മുടെ റൈഹാൻ സെലക്ട് ചെയ്തത് എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. അടുത്തൊരു എം എ കാരി വരുന്നുണ്ട്. ആരാണത്? റയ്യ ഫാത്തിമ MA. അതെ, അപ്പോൾ റയ്യ ഫാത്തിമ MA ഒരു മലയാള ഗാനമാണ്. സഹോദരിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ? റൈഹാൻ്റെ സഹോദരിയാണെന്ന് തോന്നുന്നുണ്ട്. രണ്ടുപേരും ബോയ്സ് LP സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരേ ക്ലാസ്സിലാണ്. 9 വയസ്സാണ് അല്ലേ? ഒരാൾ അറബി ഗാനമാണെങ്കിൽ മറ്റേയാൾ മലയാള ഗാനമാണ്. അപ്പോൾ റയ്യയുടെ മലയാള ഗാനം നമുക്കൊന്ന് കേൾക്കാം. ഇൻഷാ അല്ലാ. അസ്സലാമലൈക്കും കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഈദുൽ ഫിത്തറിലെ കടന്നു വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരാം. മദീനയിലാണഞ്ഞപ്പോൾ ആമോദ ഹർഷഗാഥ മുഴങ്ങിടുന്നേ. മദീനയിലാണഞ്ഞപ്പോൾ ആമോദ ഹർഷഗാഥ മുഴങ്ങിടുന്നേ. മക്കത്തെ മണ്ണും മിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരപ്പൂ മലരേ മണ്ണാനായച്ച നിലാവേ മലനീനെന്ന രാജേ മധുരിപ്പാടാം അസ്സലാം മധുരിപ്പാടാം തിരുസലാം മുത്തേ മാണിക്യമാണെൻ്റെ താഹ ഇഷ്കിൻ പാരായി ഞാനെൻ സിറാജ മുത്തേ മാണിക്യമാണെൻ്റെ രാജ ഇഷ്കിൻ പാരായി ഞാനെൻ സിറാജ. ആകാശത്തിലൊരമ്പിളിയാണ്, ആയൽ കുളത്തിലെത്തി നിമ്പിളയാണ്, ആമേൽ കുളത്തിലെ താമരയോ ഹബീബുള്ള വർണ്ണിക്കാൻ നമുക്കില്ലല്ലോ. ഓ വർണ്ണനയിൽ പകരനാവോ മുത്ത് മാണിക്യമാണെൻ്റെ രാജ ഇഷ്കിൻ പാരായാണ് സിറാജ മുത്ത് മാണിക്യമാണെൻ്റെ രാജ ഇഷ്കിൻ പാരായാണ് സിറാജ.
അപ്പോൾ എംഎക്കാരി റയ്യ ഫാത്തിമയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പാട്ടാണ് നമ്മൾ കേട്ടത് അല്ലേ? വളരെ മനോഹരമായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പാട്ട് പാടിയത് അല്ലേ? അപ്പോൾ വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ള ഒരു പാട്ട് വെറുതെ പാടി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം വ്യത്യസ്തത കൊണ്ടുവന്നു കൊണ്ടുവരുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. അതെ അതെ, അത് ചില ക്ലാസ്സിലൊക്കെ അങ്ങനത്തെ കുട്ടികളുണ്ടാവും. ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറഞ്ഞാൽ അവരുടേതായ ചില സംഗതികൾ കയ്യിൽ നിന്നിട്ട് എന്ത് ചെയ്യും, അവരെ അവതരിപ്പിക്കും അല്ലേ? അതൊരു അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ റയ്യ ഫാത്തിമ അങ്ങനത്തെ ഒരു കുട്ടിയാണ്, നമുക്കത് ഇതിന് മനസ്സിലായി. അപ്പോൾ റയ്ഹാനും റയ്യയും കൂടുതൽ പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും നമ്മോടൊപ്പം വേണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്റ്റാർ ക്വസ്റ്റിൽ മുന്നോട്ട് പോകുമ്പോൾ ആരാണ് അടുത്തത് ഫഹ്മിദ PS ആണ്. അതെ, അപ്പോളോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ് ഫഹ്മിദ PS. അറബിക് സോങ്ങുമായിട്ടാണ് വരുന്നത്, കേൾക്കാം നമുക്ക് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹജലിൻ ഹജലാ ഹജലിൻ ഇസ്മുക ഇൻസാനാ മിൻ ഇസ്ലാഹിൻ ശത്താനാ ഫിൽ ഫസാദി ശൈത്വാനാ മിൻ ഇസ്ലാഹിൻ ശത്താനാ ഫിൽ ഫസാദി ശൈത്വാനാ നശറ ബലാക സരത്താനാ ഹജലിൻ ഇസ്മുക ഇൻസാനാ ഹജലിൻ ഇസ്മുക ഇൻസാനാ മാ ബാലുന റബ്ബി മാലുൽ കുല്ലൽ ഖൽബി മാ ബാലുന റബ്ബി മാലുൽ കുല്ലൽ ഖൽബി നുമീതു നഫായിസ ലിസംബി മിൻ ഇസ്ലാഹിൻ ശത്താനാ ഫിൽ ഫസാദി ശൈത്വാനാ وهفي إلى النور ناس أناسا ظلوا في جوارهم دوما ناسا وهفي إلى النور ناس أناسا ظلوا في جوارهم دوما ناسا لم يولي نفسا وسواسا قد قتلوا لحما نقلوا قد قتلوا لحما نقلوا في اسم الآلهة الفتان في ذي الناس كصعبان في الديس الدائم بلدان أين السلام أين السلام أين السلام أين السلام نكسان التقوى نشر بنا الشكوى نكسان التقوى نشر بنا الشكوى وقعنا في البلوى من إصلاح شتانا في الفساد شيطانا. ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുമ്പോൾ അമീൻ അത് ഏറ്റവും മനോഹരമായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രോഗ്രാമിൻ്റെ ഭംഗിക്ക് നല്ലതാണ്. ഫഹ്മിദ PS പാട്ട് കേട്ടപ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ അവസാനത്തെ പാട്ടാണ് ഫഹ്മിദയുടെ പാട്ട്. ഈ എപ്പിസോഡിൻ്റെ അവസാനത്തെ പാട്ടാണ്. അപ്പോൾ അത് ഏറ്റവും മനോഹരമായ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കിടിലൻ പാട്ടോട് കൂടി അവസാനിപ്പിക്കാൻ പറ്റിയെന്നുള്ളത് നല്ല കാര്യമാണ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ് നമ്മുടെ ഫഹ്മിദ മോള്. അപ്പോൾ അത് നല്ല വോയിസിൽ നല്ല ക്ലിയറായ സൗണ്ടിൽ ആ പാട്ടിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് ഫഹ്മിദ ഈ ഒരു പ്രോഗ്രാം ഈ ഇവിടെ ഒരു വൈൻഡപ്പ് സോങ് ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ശരിയാണ്.
അതേപോലെ തന്നെ ഈ ഒരു ഈദ് സുദിനത്തിൽ കേട്ടിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മനോഹരമായ ഒരു ഗാനം കൂടെയാണ് ഫഹ്മിദയുടെ അറബി ഗാനം. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ദിന സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു അവസരത്തെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.